നമസ്കാരം, എൻ്റെ പേര് ശ്രീലേഖ. ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിൽ 3rd ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 2017 ബിടെക് പാസ് ഔട്ടാണ്. പാസ് ഔട്ട് ആയതിനു ശേഷം എന്തിലേക്ക് തിരിയണമെന്ന് യാതൊരുവിധ ലക്ഷ്യബോധവും മുന്നിലുണ്ടായിരുന്നില്ല. PSC ചെറുപ്പം തൊട്ടേ ഡ്രീം ജോബ് ആയിരുന്നുവെങ്കിലും അതിലോട്ട് എത്താനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഹോളിമാത അക്കാദമിയിൽ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷമാണ് PSC ജോബിലോട്ട് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. പഠിച്ചിരുന്ന സമയത്ത് സിവിലിന് ഇത്ര അധികം എക്സാം വിളിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പോയി ജോയിൻ ചെയ്തത് ജനറൽ PSC കോച്ചിങ്ങിനും ബാങ്ക് കോച്ചിങ്ങിനും ആയിരുന്നു. പിന്നെ 2018 വാട്ടർ അതോറിറ്റിയുടെ എക്സാം വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഷിൻഡോ സാറിൻ്റെ നമ്പർ വന്നത്. അപ്പം തന്നെ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ സാറിനോട് പറഞ്ഞത്, ഇവിടെ വന്ന് നിർത്തിയിട്ട് പോകാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല, നമ്മൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് നിങ്ങൾ സർവീസിൽ കയറണം, അങ്ങനെയാണെങ്കിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് പുറത്ത് ടേബിളിൽ റൗണ്ടായിട്ട് ഇരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്തുന്ന സീനിയേഴ്സിൻ്റെ ഒരു ബാച്ചായിരുന്നു. ഉള്ളിൽ ടീച്ചേഴ്സ് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല PSCനെ കുറിച്ചിട്ട്. കാരണം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് സബ്ജക്റ്റ് വൈസ് നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PSC എൻ്റയർ ഏരിയ കവർ ചെയ്യുമല്ലോ, അപ്പം അതുകൊണ്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ടീച്ചേഴ്സ് വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഓരോ ക്ലാസ്സിന് ശേഷവും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതും ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ കോവിഡിന്റെ ടൈമിലൊക്കെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല, ഓൺലൈനായിട്ടായിരുന്നു കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 5-6 ഫ്രണ്ട്സ് ഫോണിൽ വിളിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നു. എനിക്കത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ നോളജ് അവർക്കും അവരുടെ നോളജ് നമുക്കും ഷെയർ ചെയ്യുമ്പോൾ എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ അതുപോലെ ഹോളിമാത അക്കാദമിയുടെ ക്ലാസ്സുകൾ, ആപ്പിലെ ക്ലാസ്സുകളുണ്ട്. അത് വെറുതെ ഇരിക്കുന്ന ടൈമിലാണെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടിരുന്നു. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ എൻ്റെ ഈ വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് ഫോളോ ചെയ്ത സമയത്ത് ഹോളിമാത അക്കാദമിയുടെ മെറ്റീരിയൽസും ഇലക്ട്രോണിക്കിൻ്റെ ബുക്കും മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് സാറ് പഠിപ്പിച്ചത് മാത്രമേ ഞാൻ പഠിച്ചിരുന്നുള്ളൂ. അത് തന്നെ എക്സാമിന് വരികയും ചെയ്തു. പഠിച്ച് നമ്മൾ ചില സമയത്തൊക്കെ ഡൗൺ ആയി പോകും. ആ ഡൗൺ ആകുന്ന സമയത്ത് സൺഡേസിൽ സാർ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്തും. അത് കേൾക്കുമ്പോൾ നമുക്ക് എവിടുന്ന ഒരു എനർജി വരും. പഠനത്തോട് നമുക്ക് വീണ്ടും ഒരു ഇത് തോന്നും, നമുക്ക് പഠിക്കണം, എങ്ങനെയെങ്കിലും PSC നേടിയെടുക്കണമെന്നൊരു ഇത് തോന്നും. എന്തോ ആ മോട്ടിവേഷൻ ക്ലാസ്സിന് അത്ര ഒരു ശക്തി ഉണ്ട്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ എക്സാം ആകുമ്പോഴും അന്നേക്ക് രാവിലെ സാറ് ടിപ്സ് തരും. ആ എക്സാം ഹോളിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിനൊരു ടിപ്പ് തരും. ആ ടിപ്പ് അനുസരിച്ച് നമ്മൾ മാക്സിമം നെഗറ്റീവ് കുറച്ച്, പിന്നെ വേക്കൻസി കൂടിയ എക്സാം ആണെങ്കിൽ നമ്മൾ മാക്സിമം സ്കോർ ചെയ്യണം, നെഗറ്റീവ് കുറക്കണം. അങ്ങനെ ഓരോ ടിപ്പ് തരും. അതിനനുസരിച്ച് നമ്മൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും സാറ് മാക്സിമം നമ്മളുടെ കൂടെ നല്ല സപ്പോർട്ടുണ്ട്. നമ്മൾ സാറ് പറയുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ലിസ്റ്റിൽ കയറാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്.